Dear students, the topic of discussion today is genetics. I would like to introduce you to the topic of genetics. The characteristic of a living organism is reproduction. Reproduction is the production of young ones or offspring resembling to the parents. The resemblance is often termed as heredity. A mango tree, that is, a seed of a mango tree, germinates to produce a young mango tree sapling. Likewise, a jackfruit tree, the seed of that jackfruit tree will produce a young jackfruit sapling having almost all of its characteristics. A cow reproduces to produce a calf similar to it. A dog reproduces to produce a puppy similar to it, and a human reproduces a young child similar to them. Transfer of characters from their parents to their offspring is termed as heredity. And as the offspring resemble to their parents, we know that the offsprings are never exact repetitions or exact replicas of their parents. Often, the offsprings differ from their parents in one and several characters. These characters are, or these differences are referred to as variations. So, we have come across two terms here, heredity and വേരിയേഷൻസ്. ഹെറിഡിറ്റി നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാരമ്പര്യം, വേരിയേഷൻസ് വ്യത്യാസം. Study of heredity and variations constitute the branch of biological science, that is genetics. Genetics എന്ന പദം ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് എമേർജ് ചെയ്തിട്ടുള്ളതാണ്. That is to generate. To generate എന്ന് പറഞ്ഞാൽ എന്താണ്? To produce എന്ന് നമുക്ക് പറയാം. എന്താണ്? To generate, to produce. പ്രത്യുൽപാദനം നടത്തുക. ജെനറ്റിക്സ് എന്ന ഈ ബയോളജിക്കൽ സയൻസ് ശാഖയുടെ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ഒരു ഡെവലപ്മെന്റൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ആദ്യമായിട്ട് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് മാറുന്നതിന് തൊട്ട് മുമ്പ് അവര് ആഹാരത്തിന് വേണ്ടി അനിമൽസിനെയും മൃഗങ്ങളെയും ചെടികളെയും വളർത്താൻ തുടങ്ങി. അതിനെയാണ് നമ്മളിവിടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്നത്. അവര് കൃഷി ചെയ്യാൻ തുടങ്ങി. അഗ്രികൾച്ചറിന് വേണ്ടി പ്ലാന്റ്സിനെ അവരുടെ ആവശ്യാനുസരണം വളർത്താൻ തുടങ്ങി. പാലിനും മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി അവര് അവരുടെ വീടുകളിൽ തന്നെ ആനിമൽസിനെയും വളർത്താൻ തുടങ്ങി. ഇത് വളർത്തുന്നതിനോടൊപ്പം തന്നെ അവര് കൂടുതൽ ഈൽഡിന് വേണ്ടിയിട്ടും കൂടുതൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും ഈ പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുകയും അനിമൽസിന്റെ ക്രോസ് ബ്രീഡിംഗ് നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു പ്രാഥമിക ഒരു ഐഡിയ ആദ്യത്തെ കാലത്ത് തന്നെ ജെനറ്റിക്സിനെ പറ്റിയും പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലോട്ട് ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റിയും ഇവർക്ക് ഉണ്ടായിരുന്നു, മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ശാസ്ത്രജ്ഞർ, നമുക്ക് വേണമെങ്കിൽ പറയാം ചിന്തകർ, ഈ ജെനറ്റിക്സിനെ പറ്റി അല്ലെങ്കിൽ പാരമ്പര്യത്തിനെ പറ്റിയും പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിനെ പറ്റിയും എന്തുകൊണ്ട് പാരൻസിന്റെ എക്സാക്ട് കോപ്പീസ് ആകുന്നില്ല കുട്ടികൾ, എന്തുകൊണ്ട് വേരിയേഷൻസ് വരുന്നു എന്നതിനെ പറ്റിയും ഒരുപാട് തിയറീസ് അവര് ചിന്തിച്ച് പുട്ട് ഫോർത്ത് ചെയ്തു. ചില തിയറീസ് ആണ് ഞാൻ ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ all on a sudden from actually from waste, that is from organic waste, life emerged or life started. ജീവജാലങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു തിയറി പ്രബലമായിരുന്നു 17th സെഞ്ചുറിയിലൊക്കെ. ബട്ട് ദാറ്റ് തിയറി വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ. പിന്നീട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ്സിന് എങ്ങനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു, പ്ലാന്റ്സിന്റെ സെക്ഷുവൽ ഓർഗൻസ് ഏതൊക്കെയാണ്, ദെൻ അതിന്റെ പോളിനേഷൻ പ്രോസസ്, പോളിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പോളൻ ജെർമിനേഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ 17ാം നൂറ്റാണ്ടിൽ നടക്കുകയും അതിന്റെ ഫലമായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു പ്രക്രിയ
പ്ലാന്റ്സിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞു വരികയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് പല ശാസ്ത്രജ്ഞന്മാര് ലോകത്തിന്റെ പല സ്ഥലത്തിരുന്നു കൊണ്ട് പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്സ് ചെയ്തു. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. നമ്മൾ ഒരേ സ്പീഷീസിൽപ്പെട്ട 2 പ്ലാന്റ്സിനെ ചൂസ് ചെയ്യുകയും അതിൽ ഒരു പ്ലാന്റ് ചൂസ് ചോയ്സിന്റെ മാനദണ്ഡങ്ങൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കണം, നല്ല ഈൽഡ് കിട്ടണം, അത് നമുക്ക് ഇഷ്ടമുള്ള മാനദണ്ഡങ്ങൾ എടുക്കാം. എന്നിട്ട് അതിലൊരു പ്ലാന്റിനെ മെയിൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, മറ്റേ പ്ലാന്റിനെ ഫീമെയിൽ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. മെയിൽ പ്ലാന്റിൽ നിന്ന് പോളൻ ഗ്രെയിൻ കളക്ട് ചെയ്ത് ഫീമെയിൽ പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ പോളിനേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ ഉറപ്പാക്കി സീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ സീഡ്സ് പ്ലാന്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസയേർഡ് ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാം, പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആ ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സ് 1694 തന്നെ കാമറേറിയസ് എന്നൊരു ശാസ്ത്രജ്ഞൻ ചെയ്യുകയും അതിന്റെ തുടർച്ചയായിട്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പ്ലാന്റിൽ പല പല ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്സ് ചെയ്തു. അതിൽ ഫേമസ് ആയിട്ടുള്ളത് ഫെയർ ചൈൽഡ് മ്യൂൾ എന്ന് പറഞ്ഞ 2 പ്ലാന്റിന്റെ ക്രോസ് പോളിനേറ്റഡ് വെറൈറ്റീസ് ആയിരുന്നു. പെർഫോർമേഷൻ തിയറി, ദാറ്റ് ഇസ് a single molecule അല്ലെങ്കിൽ a single unit which consists of the whole individual homunculus എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ശരീരത്തിലുണ്ടെന്നും അതിൽ നിന്നാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഓഫ് സ്പ്രിങ് ജനിക്കുന്നത്. ആ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ആ പാരന്റിന്റെ ശരീരത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവർക്ക് കിട്ടും എന്നും ഒരു തിയറി. Then came the theory of pangenesis. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ട് കാണും. It was proposed by the great evolutionist ചാൾസ് ഡാർവിൻ. ഇദ്ദേഹത്തിന്റെ എവല്യൂഷൻ സ്റ്റഡീസ് ഒക്കെ ഒരുപാട് പ്രസിദ്ധമാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടൊരു ഗ്രന്ഥം ഇദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ നിങ്ങൾ എവല്യൂഷണറി ബയോളജിയിൽ കൃത്യമായിട്ട് പഠിക്കും. ഇവിടെ ഈ ഇദ്ദേഹത്തിന്റെ പരാമർശം സിഗ്നിഫിക്കന്റ് ആകുന്നത് ഇദ്ദേഹം പാൻജീൻസ് അല്ലെങ്കിൽ ജെമ്യൂൾസ് എന്നൊരു പാർട്ടിക്കിള് ഓർഗനിസത്തിന്റെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഓരോ ഓർഗനും ആ ഓരോ പാൻജീൻ പാർട്ടിക്കിൾ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുമെന്നും ഇത് എല്ലാം കൂടി വന്ന് സൈഗോട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പാരന്റിന്റെ ഓരോ ജീനിലെ ക്യാരക്ടറും ഈ സൈഗോട്ടിന് ലഭിക്കുന്നു. പിൽക്കാലത്ത് ഇതൊക്കെ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ട തിയറീസ് ആണ്. നെക്സ്റ്റ് തിയറി, ഇതും നിങ്ങൾക്ക് വേറെ പല സ്ഥലത്തും പഠിക്കാൻ കാണും. ജേം പ്ലാസം തിയറി. ഓഗസ്റ്റ് വീസ്മാൻ 1863 പുട്ട് ഫോർത്ത് ചെയ്ത തിയറിയാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ബോഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് ഡിവൈഡഡ് ഇൻറ്റു സൊമാറ്റോപ്ലാസം ആൻഡ് ജേം പ്ലാസം. ദാറ്റ് ഇസ് നമ്മൾ വെജിറ്റേറ്റീവ് ടിഷ്യൂ എന്നും റീപ്രൊഡക്റ്റീവ് ടിഷ്യൂ എന്നും ഇപ്പോൾ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്ന സൊമാറ്റിക് ടിഷ്യൂസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ്. അതിൽ സൊമാറ്റോപ്ലാസം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സൊമാറ്റോപ്ലാസം ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് എനിത്തിങ് ടു ദ ഓഫ്സ്പ്രിങ് എന്നാണ് പറഞ്ഞത്. സൊമാറ്റോപ്ലാസത്തിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ജേം പ്ലാസം പ്രൊഡ്യൂസസ് എഗ്സ് ആൻഡ് സ്പെർംസ് വിച്ച് ഫെർട്ടിലൈസ് ടു പ്രൊഡ്യൂസ് ദ ഓഫ്സ്പ്രിങ് ആൻഡ് that fertilization or fusion results in the mixing up of characters of the parents. So this is how the hereditary character is transferred to the offspring in the germ plasm theory vary August Weismann suggested. Then came the theory of blending inheritance. Blending എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. Blending is mixing. So according to this theory, the offspring is a blend or a mixture of parental characters. And വേറൊരു കാര്യം അവർ പറഞ്ഞത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒരിക്കലും ഫ്യൂച്ചർ ജനറേഷൻസിൽ സെപ്പറേറ്റ് ആയി വരില്ല എന്ന് പറയപ്പെടുന്നു. പക്ഷെ നമുക്ക് ഇന്നറിയാം, ഇപ്പം നമുക്കുള്ള ക്യാരക്ടേഴ്സ് പലതും നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്നുള്ളതാണ്. ഗ്രാൻഡ് പാരൻസിന്റെ ക്യാരക്ടേഴ്സ് മിക്സപ്പ് ചെയ്ത് നമ്മുടെ പാരൻസിൽ വരുന്നു. പാരൻസിൽ നിന്ന് നമ്മൾ ജനിക്കുമ്പോഴത്തേക്കും അവരുടെ ക്യാരക്ടേഴ്സ് ഗ്രാൻഡ് പാരൻസിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ
എന്താ ഷോ ചെയ്യുന്നു. അപ്പം ഈ രണ്ടാമത് പറഞ്ഞ പോസ്റ്റുലേറ്റ്, ഈ തിയറിയുടെ രണ്ടാമത് പറഞ്ഞ പോസ്റ്റുലേറ്റ്, ഈ മിക്സപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഫ്യൂച്ചർ ജനറേഷൻസ് കാണിക്കില്ല എന്നുള്ളത് പ്രകടമായിട്ട് തന്നെ അത് ഡിസ്പ്രൂവ്ഡ് ആയി. ആൻഡ് ഇവിടെ പരാമർശിക്കുന്ന അറ്റാവിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നിങ്ങൾ ഇവല്യൂഷനിൽ പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് റീ ഒക്കറൻസ് ഓഫ് ആൻസിസ്ട്രൽ ക്യാരക്ടേഴ്സ് ഇസ് നോൺ ആസ് അറ്റാവിസം. ആൻസിസ്ട്രൽ ക്യാരക്ടേഴ്സ് പിന്നീട് വരുന്ന ജനറേഷൻസിൽ, ഫാർ മുന്നോട്ടുള്ള ജനറേഷൻസിൽ തെളിഞ്ഞു വരുന്നതിനെയാണ് അറ്റാവിസം എന്ന് പറയുന്നത്. ഇങ്ങനെ പല തിയറീസ് ഉപയോഗിച്ച് ചിന്തകർ അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർ ജനറ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഓരോ കാലാകാലങ്ങളിൽ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അതില് ഏറ്റവും ശരിയായതും അല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും അക്സെപ്റ്റബിൾ ആയതും ഇന്നും അത് കംപ്ലീറ്റ്ലി ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോരുന്നതുമായിട്ടുള്ള ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ഒരു ജനറ്റിസിസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ ശാസ്ത്രജ്ഞൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഗ്രിഗർ മെൻഡലിനെ പറ്റിയും മെൻഡീലിയൻ ജനറ്റിക്സിനെ പറ്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ മെൻഡീലിയൻ ജനറ്റിക്സ് വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മെൻഡീലിയൻ ജനറ്റിക്സ് ആണ് ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ മെൻഡീലിയൻ ജനറ്റിക്സിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള പഠനം നമുക്ക് അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കാം. ഇവിടെ ഞാൻ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മെൻഡീലിയൻ ജനറ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ മെൻഡീലിയൻ ജനറ്റിക്സ് 1900-ന് ശേഷം 1900-ന് ശേഷമൊക്കെ റീഡിസ്കവർ ചെയ്ത് വന്നതാണ്. അതിന്റെ വിശദ വിവരങ്ങൾ നമ്മൾ അടുത്ത സെഷനിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെൻഡീലിയൻ ജനറ്റിക്സിന് മുമ്പ് ഒരുപാട് ചിന്തകർ, ശാസ്ത്രജ്ഞന്മാർ ട്രാൻസ്ഫർ ഓഫ് ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് എങ്ങനെ നടക്കുന്നു എന്നതിനെ പറ്റി വിശദമായിട്ട് പഠിച്ച് പല തിയറീസ് പുട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷേ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അവർ പുട്ട് ഫോർവേഡ് ചെയ്ത പല തിയറീസ് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും ഇന്ന് നമ്മൾ ഗ്രിഗർ മെൻഡലിനെ ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ വർക്ക് ജനറ്റിക്സിന്റെ ഒരു ബൈബിൾ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു. ഇനി നമുക്ക് ബ്രാഞ്ചസ് ഓഫ് ജനറ്റിക്സ് നോക്കാം. മെൻഡീലിയൻ ജനറ്റിക്സിന് ഇപ്പുറം ജനറ്റിക്സ് അല്ലെങ്കിൽ ബയോളജിയിൽ തന്നെ ഒരുപാട് വളർച്ചകൾ സാധ്യമായി. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ജനറ്റിക്സിന് 3 ശാഖകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. The first branch is transmission genetics or classical genetics. Classical genetics deals with the basic principles of genetics. Here we talk about chromosomes, we talk about gametes, we talk about genes located on the chromosomes, and genetic mapping, crossing, production of different generations of offsprings, and we look into the transmission of particular characters from the parents to the offsprings. അപ്പോൾ ഈ ക്ലാസിക്കൽ ജനറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് നമുക്ക് ആദ്യത്തെ മോഡ്യൂളിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ ഈ പേപ്പറിൽ ജനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്ലാസിക്കൽ ജനറ്റിക്സിന്റെ ഏകദേശം മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് ഓഫ് ജനറ്റിക്സ് ആണ് molecular genetics, where we talk about the chemical nature of genetics. That is, ഒരു ജീൻ എന്താണ് നിങ്ങൾക്കറിയാം, ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ chromosomes, and chromosomes is made up of the nucleic acids, DNA and RNA. DNA and RNA യുടെ സ്ട്രക്ചർ, പിന്നെ നിങ്ങൾ കേട്ട് DNA റെപ്ലിക്കേഷൻ, നിങ്ങൾ കേട്ട് കാണുന്ന ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസ്, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വിവരങ്ങളും കാര്യങ്ങളുമാണ് മോളിക്കുലർ ജനറ്റിക്സ് ഡീൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേറൊരു പേപ്പറിൽ പഠിക്കാനുണ്ട്. ഇനി മൂന്നാമത്തെ ബ്രാഞ്ച് ഓഫ് ജനറ്റിക്സ് ഇസ് പോപ്പുലേഷൻ ജനറ്റിക്സ്, വേർ വി ഡീൽ വിത്ത് ദ ജനറ്റിക്സ് കോമ്പോസിഷൻ ഓഫ് എ പോപ്പുലേഷൻ. ദാറ്റ് ഇസ് സിമിലർ ആയിട്ടുള്ള ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനകത്തുള്ള ജീൻസ് ട്രാൻസ്ഫർ എങ്ങനെയാണ്, ഒരു പെർട്ടിക്കുലർ ജീൻ ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് വിശദമായിട്ട് പഠിക്കുന്നതാണ്
പോപ്പുലേഷൻ ജെനറ്റിക്സ്. പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇപ്പോൾ നിങ്ങളുടെ സിലബസിന്റെ സ്കോപ്പിലില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോപ്പുലേഷൻ ജെനറ്റിക്സ് വിശദമായിട്ട് പഠിക്കേണ്ട. ഇങ്ങനെ ഒരു ശാസ്ത്രശാഖ ഉണ്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ജെനറ്റിക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. വേർ വി സ്റ്റഡി അബൌട്ട് the transfer of characters in a large population.